ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗീവ് അവേ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും ഗീവ് അവേ ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ എന്തൊക്കെ ഐറ്റംസ് വരണേന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്സ് ആയിരിക്കും. ഇത് മെബിലിൻ്റെയും ലാക്മേയുടെയൊക്കെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റാണെന്ന് തോന്നിയത് മാത്രം കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 പേരെ അല്ലെങ്കിൽ 3 പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ കിട്ടുക. ഞാൻ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ കാണിച്ചു എന്നുള്ളൂ. ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക. ഇത് പിന്നെ വരുന്നത് മോയ്സ്ചറൈസർ ആണ്. അക്വാലോജിക്കയുടെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്. ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ആള് ഏത് ടൈപ്പ് സ്കിന്നുള്ളതും ആവാം. അപ്പോൾ ഇത് നല്ലൊരു ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ പേജിൽ വരും, എൻ്റെ ചാനലിൽ വരും. അപ്പോൾ പിന്നെ തേർഡ് വൺ വന്നിട്ട് ഈ സൺസ്ക്രീൻ ആണ് കേട്ടോ. അക്വാലോജിക്കയുടെ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. ഡ്യൂയി സൺസ്ക്രീൻ ആണെങ്കിൽ അതും ആയിരിക്കും കേട്ടോ. ഇതിലേതെങ്കിലും ആയിരിക്കും. സോറി, ഇത് ഡ്യൂയി ആണ്, അല്ലാണ്ട് വേറെ ഇത് വാട്ടർമെലൻ്റെ സൺസ്ക്രീൻ ആണ്. ഒരു യെല്ലോ കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൺസ്ക്രീൻ വരുന്നുണ്ടാവും ആ കൂട്ടത്തിൽ. പിന്നെ വരുന്നത് സുഡിയോയുടെ ഐറ്റംസ് ആണ് കേട്ടോ. സുഡിയോയുടെ ഒരു അണ്ടർ ഐ പാച്ച് വരുന്നുണ്ട്. നല്ലൊരു അണ്ടർ ഐ പാച്ച് ആണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ സുഡിയോയുടെ ഒരു സ്പഞ്ച്, മേക്കപ്പ് സ്പഞ്ച് വരും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ നെയിൽ പോളിഷും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ സ്പഞ്ച് അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് ഇതൊരു ഗ്ലിറ്റർ നെയിൽ പോളിഷ് ആണ്. അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് ഗ്ലിറ്റർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാ നെയിൽ പോളിഷിൻ്റെ മുകളിലൊക്കെ ഇട്ട് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഗ്ലിറ്റർ ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നെയിൽ പോളിഷ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്പഞ്ച് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ഒന്ന്. പിന്നെ അടുത്ത വന്നിട്ട് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫേസ് ഓൾമോസ്റ്റ് കവർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാനൊരു ഫേസ് മാസ്കും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഇത് മിനിസോയുടെ ഫേസ് മാസ്ക് ആട്ടോ. അതല്ലെങ്കിൽ സുഡിയോയുടെ. ഞാൻ മിനിസോയുടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് വരുന്നുണ്ട്, അണ്ടർ ഐ പാച്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് ഇയറിംഗ് വരുന്നുണ്ട്, ഒരു ഇയറിംഗ് കേട്ടോ. ഇതും പിന്നെ വേറെ ടൈപ്പ് ഇയറിംഗ്സും ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഇയറിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊരു ബട്ടർഫ്ലൈ ഷേപ്പാട്ടോ. നമ്മൾ ഫേസിലാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനത്തെ സാധനങ്ങൾ. കോമ്പാക്ട് ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ ഷെയ്ഡ് എനിക്കറിയില്ല. ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോമ്പാക്ട് ഒന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് നല്ലൊരു കണ്ടീഷണർ ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടമായ, ഭയങ്കര ഇഷ്ടമായ ഒരു റീപർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ വരും. അപ്പം ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്ട്സ് മാത്രം, ഞാൻ യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ട്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ബോഡി വാഷ്. ഇത് പിയേഴ്സിൻ്റെ ബോഡി വാഷ്. ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര നല്ലൊരു ബോഡി വാഷാണ്, ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ കുറേ പ്രൊഡക്ട്സ് മാത്രമാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊരു ക്ലെൻസർ ആണ് കേട്ടോ. ഇത് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. നിങ്ങളുടെ സ്കിന്ന് സാധാ സെൻസിറ്റീവ് സ്കിന്ന് വേറൊരു നോർമൽ ക്ലെൻസറും കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ നിങ്ങളുടെ സ്കിന്നെന്ന് പറഞ്ഞു തരണം. അതിനനുസരിച്ച് ഞാൻ ഇതിലൊരെണ്ണം വെക്കുന്നതായിരിക്കും. നമ്മൾ 2 പേരായിരിക്കും കേട്ടോ സെലക്ട് ചെയ്യാൻ മിക്കവാറും. പിന്നെ ഒരുപാട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 4-5 പേരെയൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലും ജെൽ ലൈനറും ആണ് കേട്ടോ. ഐ ലൈനറും കൂടിയാണ് വരുന്നത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫേസിലപ്പോൾ കണ്ണിൽ അതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കായി, ഐലൈനറായി, ഐബ്രോയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് മാസ്ക്, അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബീട്രൂട്ട് പൗഡർ, അത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ആട്ടോ. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് വയ്ക്കുന്നുണ്ട്. ഇത് ആക്ച്വലി കവറാണ് കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞതിൻ്റെ കവറാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോക്ലേറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രോഡക്ട്സ് ഒക്കെ ഒന്നും കൂടെ കാണിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം. അപ്പോൾ റൂൾസ് വരുന്നത്, നമ്മൾ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴായിരിക്കും ഞാനിത് ഗിവ് അവേ നടത്തുന്നത്. കാരണം എനിക്ക് വേറെ റവന്യൂ ഒന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ തരാനായിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ സന്തോഷത്തിനായിരിക്കും ഞാനിത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി തൊട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ്സിൽ നിന്നായിരിക്കും ഞാൻ പിക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സിൽ നിന്നായിരിക്കത്തില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരെ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. ഒരു 3-4 എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ള കമൻറ്റ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യായിരിക്കും ചെയ്യണം. അപ്പോൾ വീഡിയോയും റാൻഡമായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്യുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന അതിൽ നിന്ന് ഒരാളെ റാൻഡമായിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 വേറെ വേറെ വീഡിയോസിൽ നിന്നായിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ വേറെ ആളായിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.